لا إله إلا الله لا إله إلا الله لا إله إلا الله ما لنا رب سواك لا إله إلا الله لا إله. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد عبدك ورسولك النبي الأمي وعلى آله وصحبه وسلم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قد أفلح من تزكى وذكر اسم ربه فصلى بل تؤثرون الحياة الدنيا والآخرة خير وأبقى إن هذا لفي الصحف الأولى صحف إبراهيم وموسى صدق الله مولانا العظيم. ബഹുമാനമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ പറയുന്നതും നിങ്ങളൊക്കെ കേൾക്കുന്നതും പുണ്യകർമ്മമായി സ്വീകരിക്കട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്യുന്നു. അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ നമ്മുടെ ചമ്മാട്ടെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ, SKSSFന്റെ ചമ്മാട് ശാഖ ഇബാദ് വിങ്ങിന്റെ പ്രവർത്തകർ ഈ വിശുദ്ധ റമദാൻ 2 മുതൽക്ക് തുടങ്ങിയ വിവിധ ഉസ്താദുമാരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള നസീഹത്തും പ്രഭാഷണവും ക്ലാസ്സും ഒക്കെ അൽഹംദുലില്ലാഹ് കുറെ ദിവസങ്ങൾ നടന്നു. അതിന്റെ സമാപനമാണ് ഇന്ന് നടക്കുന്നത്. വിശുദ്ധ റമദാൻ 29 ഇന്ന് മഗ്രിബിന് ശവ്വാൽ മാസപ്പിറവി കണ്ടാൽ നാളെ പെരുന്നാളാണ്. കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് വളരെയേറെ ഒരു സങ്കടമുള്ള വിഷമകരമായ ഒരവസ്ഥയിലൂടെയാണ് റമദാൻ കഴിഞ്ഞു പോയത്. വെള്ളിയാഴ്ചകളിലൊന്നും ജുമായിൽ പങ്കെടുക്കാനോ കൂടുതൽ പള്ളിയിൽ പോയി ഇരിക്കാനോ ഇത്തികാഫ് ഇരിക്കാനോ മറ്റു സൽക്കർമ്മങ്ങൾ ചെയ്യാനോ ഒന്നും നമുക്ക് സാധിച്ചിട്ടില്ല. വീടുകളിൽ വെച്ചാണ് എല്ലാവരും നിസ്കാരവും മറ്റു പരിശുദ്ധ ഖുർആൻ പാരായണത്തിൽ നിർവഹിച്ചത്. അള്ളാഹു അതൊക്കെ കബൂലാക്കട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അവസാനത്തെ റമദാൻ അള്ളാഹു ഇതാക്കാതിരിക്കട്ടെ എന്ന് ദുആ ചെയ്യും. റമദാൻ അവസാനിക്കുകയും ശവ്വാൽ കടന്നു വരികയും ചെയ്യുന്നതോടുകൂടി പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. അത് പറഞ്ഞ് ഈ നമ്മുടെ ചമ്മാട് ശാഖ SKSF ഇബാദ് വിങ് സംഘടിപ്പിച്ച ഈ ക്ലാസ് പരമ്പരയുടെ സമാപന ദ്വായം നടത്തിയിട്ടാണ് ഇന്നത്തെ പരിപാടി അവസാനിപ്പിക്കുന്നത്. പ്രധാനമായും കഴിഞ്ഞ ക്ലാസ്സിൽ ഫിത്ർ സക്കാത്തിനെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ശവ്വാൽ മാസപ്പിറവി കടന്നു വരുന്നതോടുകൂടി എന്ന് പറഞ്ഞാൽ റമദാൻ വിട പറയുകയും ശവ്വാൽ വരികയും ചെയ്യുന്നതോടുകൂടി പെരുന്നാളിന്റെ രാത്രി തക്ബീർ ചൊല്ലൽ സുന്നത്തുണ്ട്. നമുക്ക് മഗ്രിബ് മുതൽക്ക് തന്നെ തക്ബീർ ചൊല്ലൽ സുന്നത്തുണ്ട്. 29 മാസം കണ്ടു എന്ന് അറിഞ്ഞത് മുതൽക്ക് തക്ബീർ ചെല്ലണം. അത് വീടുകളിൽ വെച്ചു. അതുപോലെ നാം പോകുന്ന വഴിയാണെങ്കിൽ വഴിയിൽ, അങ്ങാടി, വഴിയിൽ എവിടൊക്കെ നമ്മൾ ബന്ധപ്പെടുന്നു അവിടെ വെച്ചൊക്കെ മഗ്രിബിന് ശേഷം രാത്രി സമയത്തുള്ള പെരുന്നാൾ രാവിലെ തക്ബീർ സുന്നത്താണ്. ഇവിടെ പ്രധാനമായും നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു കാര്യം, മുസ്ലിം ലോകത്തിന് അല്ലാഹു തആല തന്ന പ്രധാനപ്പെട്ട 2 പെരുന്നാളുകൾ, ഒന്ന് ഈദുൽ ഫിത്തർ, മറ്റൊന്ന് ഈദുൽ അദ്ഹ. രണ്ടും നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട 2 ഇബാദത്തുകൾക്ക് പിന്നാലെയാണ്, അല്ലെങ്കിൽ പുണ്യമാക്കപ്പെട്ട 2 പ്രധാന സമയങ്ങൾക്ക് പിന്നാലെയാണ് 2 പെരുന്നാൾ വരുന്നത്. ദോഷങ്ങളൊക്കെ അള്ളാഹു പുറത്തു തരാനും അള്ളാഹുവിന്റെ കാരുണ്യം വർഷിക്കുകയും ചെയ്യുന്ന പ്രധാനപ്പെട്ട ദിനങ്ങൾ കഴിഞ്ഞതിന്റെ തൊട്ടു പിന്നാലെയാണ് ആഘോഷ ദിവസം വരുന്നത്. ഒന്ന് നമുക്ക് സമാഗതമാകാൻ പോകുന്ന ചെറിയ പെരുന്നാൾ, നീണ്ട ഒരു മാസത്തെ വിശുദ്ധ റമദാൻ,
പകൽ നോമ്പ് നോറ്റ് രാത്രി തറാവി നിസ്കരിച്ച് ഖുർആൻ പാരായണം നടത്തി അങ്ങനെ ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്ത് ദോഷങ്ങളൊക്കെ അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിച്ച് മനുഷ്യന്റെ മനസ്സ് ശുദ്ധിയായ സമയത്താണ് ഒരു ആഘോഷ ദിവസം കടന്നു വരുന്നത്. വലിയ പെരുന്നാളാകട്ടെ ഹജ്ജിന്റെ പ്രധാനപ്പെട്ട വേളയിൽ അൽ-ഹജ്ജു അറഫ എന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട അറഫ കഴിഞ്ഞു 9 അറഫ കഴിഞ്ഞാൽ ലക്ഷങ്ങൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കുന്നു. ഹജ്ജിന് പോവാത്തവരൊക്കെ അറഫ നോമ്പ് നോൽക്കുന്നു. അങ്ങനെ പുണ്യമാക്കപ്പെട്ട പ്രധാനപ്പെട്ട ദുൽഹജ്ജിന്റെ 10 ദിവസം, ഒന്നാമത്തെ ആദ്യ 10 കഴിഞ്ഞ് 9ന്റെ ആ ദിവസവും കഴിഞ്ഞ് പിന്നെ 10ാമത്തെ ദിവസം ഏറ്റവും പ്രധാനപ്പെട്ട വലിയ പെരുന്നാൾ സമാഗതമാകുന്നു. ഇവിടെ രണ്ടും വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം, ഇബാദത്തുകൾക്ക് ശേഷമാണ് 2 ആഘോഷ ദിവസം വരുന്നത്. ഏതായിരുന്നാലും ചെറിയ പെരുന്നാളിനെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാനുള്ളത്, നമുക്കൊരു മാസം നാം നീണ്ട ഈ മാസത്തിൽ ഏറ്റെടുത്ത പരിശുദ്ധമായ ശുദ്ധി, ആത്മീയ ശുദ്ധി, നോമ്പ് നോറ്റ് നമ്മൾ ആത്മീയ ശുദ്ധി കൈവരിച്ചിരിക്കുകയാണ്. അതോടൊപ്പം ഫിത്ർ സക്കാത്ത് കൊടുത്ത് ശരീരത്തിന്റെ ശുദ്ധിയും നമ്മൾ ഇവിടെ വരുത്തി തീർന്നിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഫിത്ർ സക്കാത്ത് കൊടുക്കുന്നത് സമ്പത്തിന്റെ സക്കാത്തല്ല, ശരീരത്തിന്റെ സക്കാത്താണ്. അതും കഴിഞ്ഞ് പെരുന്നാൾ രാവായി കഴിഞ്ഞാൽ തക്ബീർ ചൊല്ലണം. പുരുഷന്മാർ ഉച്ചത്തിൽ ചെല്ലണമെന്നാണ് തക്ബീറുകൾ. അങ്ങനെ തക്ബീർ ചൊല്ലി ഈ തക്ബീർ അവസാനിക്കുന്നത് പെരുന്നാൾ നിസ്കാരത്തിന്റെ ടൈം വരെയാണ്. അപ്പൊ പെരുന്നാൾ നിസ്കാരം വരെയുള്ള തക്ബീർ അത് മുർസലായ തക്ബീർ എന്ന് പറയും. എപ്പോഴും ആ തക്ബീർ ചൊല്ലിക്കൊണ്ടിരിക്കണം. കുട്ടികൾ ചെല്ലണം, സ്ത്രീകൾ ചെല്ലണം, എല്ലാവരും ചെല്ലണം. അത് ആ ദിവസത്തിന്റെ ഷിആറാണ്, സന്തോഷമാണ്. ഖദ് അഫ്ലഹ മൻ തസക്ക, ആത്മശുദ്ധി കൈവരിച്ചവർ അവർ വിജയിച്ചിരിക്കുന്നു. വദക്കറ സ്മ റബ്ബി, അവരെ നോമ്പ് നോറ്റ് 30 ദിവസം നോമ്പ് നോറ്റ് അല്ലെങ്കിൽ 29 ദിവസം നോമ്പ് നോറ്റ് ഒരു മാസം നോമ്പ് അനുഷ്ഠിച്ച് ആത്മീയ ശുദ്ധി വരിച്ചതിന് ശേഷം വദക്കറ സ്മ റബ്ബി, മാസപ്പിറവി കണ്ടപ്പോൾ ശവ്വാല് വന്നപ്പോൾ അവർ അള്ളാഹുവിന്റെ പേര് പറഞ്ഞു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, തക്ബീർ ധ്വനികളും മുഴക്കി. വദക്കറ സ്മ റബ്ബി ഫസല്ല, പെരുന്നാൾ നിസ്കാരം നിർവഹിക്കുകയും ചെയ്തു. അങ്ങനെയുള്ള ആളുകൾ വിജയിച്ചിരിക്കുന്നുവെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ റമദാൻ അവസാനിച്ചാൽ എന്ന് പറഞ്ഞാൽ ശവ്വാൽ കടന്നു വന്നാൽ രാത്രി തക്ബീർ ചൊല്ലുക. പിന്നെ നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ പള്ളിയിൽ പോകുന്നില്ലെങ്കിലും പള്ളിയിൽ പോകുക എന്നതല്ലാത്ത എല്ലാ സുന്നത്തുകളും നമുക്ക് ചെയ്യാനുണ്ട്. പള്ളിയിൽ പോയി നിസ്കരിക്കുന്നില്ല എന്ന് മാത്രമേ ഇല്ലാത്തുള്ളൂ, ബാക്കിയെല്ലാം നമ്മൾ ചെയ്യണം. അപ്പോൾ പെരുന്നാൾ കുളി കുളിക്കണം. പെരുന്നാൾ കുളി രാത്രി പകുതിയായത് മുതൽക്ക് തന്നെ സുന്നത്തിന്റെ സമയം ആരംഭിച്ചു കഴിഞ്ഞു. എന്നാൽ സുബഹിന്റെ ശേഷമാണ് ഏറ്റവും ഉത്തമം. അപ്പൊ സുബഹിന്റെ ശേഷം ചെറിയ പെരുന്നാൾ കുളി കുളിക്കുന്ന നിയത്ത് ചെയ്ത് കുളിക്കാം. അതെല്ലാവരും കുളിക്കണം, സ്ത്രീകളും പുരുഷന്മാരൊക്കെ കുളിക്കണം. നിസ്കരിക്കാൻ പറ്റാത്ത സമയത്തുള്ള സ്ത്രീകൾ, അവർക്കും ഈ കുളി സുന്നത്തുണ്ട്. നിസ്കരിക്കാൻ പറ്റാത്ത സമയമാണെങ്കിലും മെൻസസ്സുള്ള സമയമാണെങ്കിലും അവർക്ക് കുളി സുന്നത്തുണ്ട്. അങ്ങനെ എല്ലാവരും പെരുന്നാൾ കുളി കുളിക്കുക. പിന്നെ നല്ല വസ്ത്രം ധരിക്കുക, ഭംഗിയുള്ള വസ്ത്രം ധരിക്കുക. അങ്ങനെ സന്തോഷം പങ്കിടണം. കുളിയുടെ മുമ്പ് സുന്നത്തായ കാര്യമാണ് നഖം മുറിക്കല്, അതുപോലെ പിന്നെ മ്ലേച്ഛമായ എന്തെങ്കിലും ദുർഗന്ധമുണ്ടെങ്കിൽ അതൊക്കെ ശരീരത്തിൽ നീക്കുക, നീക്കൽ സുന്നത്തുള്ള മുടിയൊക്കെ നീക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യാൻ പ്രത്യേകമായ സുന്നത്താണ്. അതൊക്കെ ചെയ്ത് ശുദ്ധിയായി കുളിച്ച് ഡ്രസ്സൊക്കെ മാറ്റി പള്ളിയിലേക്ക് പോകാനില്ല. അപ്പോൾ വീട്ടിൽ വെച്ച് തക്ബീർ ചൊല്ലിക്കൊണ്ടിരിക്കുക. പിന്നെ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് പെരുന്നാൾ നിസ്കാരം. ആ പെരുന്നാൾ നിസ്കാരം എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞല്ലോ, ഹിജ്റ 2-ാം വർഷം റമദാൻ നോമ്പ് നിർബന്ധമായി. അന്ന് തന്നെ ആ വർഷത്തിൽ തന്നെയാണ് ആ റമദാനിൽ തന്നെ ഫിത്ർ സക്കാത്ത് നിർബന്ധമായി. ആ വർഷത്തിൽ തന്നെയാണ് പെരുന്നാൾ നിസ്കാരം സുന്നത്തായി വരുന്നത്. ഇത് ഫർദല്ല, സുന്നത്ത് നിസ്കാരം അത് സുന്നത്താണ്. സുന്നത്താകുമ്പോൾ തന്നെ ചില ആളുകൾ പറഞ്ഞു ഫർദ് കിഫായ എന്ന് പറഞ്ഞ പണ്ഡിതന്മാരൊക്കെ ഉണ്ട്. ഫർദ് കിഫായ എന്ന് പറഞ്ഞാൽ ആരും ചെയ്തില്ലെങ്കിൽ നാട്ടിലെല്ലാവരും കുറ്റക്കാരാണ്. അതാ ഫർദ് കിഫായ. അപ്പോൾ ശക്തിയായ സുന്നത്താണ്. ഏതായിരുന്നാലും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് പതിവാക്കിയിരുന്നു, തങ്ങൾ ഒഴിവാക്കിയിട്ടില്ല. അതുകൊണ്ടാണ് ശക്തിയായ സുന്നത്തായത്. അപ്പോൾ പെരുന്നാൾ നിസ്കാരം നിർവഹിക്കാൻ വീട്ടിൽ വെച്ച് നമ്മൾ തയ്യാറാവണം. എപ്പോഴാണ് ടൈം? ചില ചോദിക്കുന്ന പള്ളിയിലാവുമ്പോൾ 7:30 എങ്ങനെ ടൈം പ്രഖ്യാപിക്കല്ലോ? ടൈം പ്രഖ്യാപിക്കാത്തത് കൊണ്ട് ഞങ്ങൾ എപ്പോഴാണ് നിസ്കരിക്കേണ്ടത്? അത് പള്ളിയിൽ ടൈം പ്രഖ്യാപിക്കുന്നത് പള്ളിയിൽ കൂടാനുള്ള സമയം മഹല്യമറ്റ് അറിയിക്കാം. അല്ലാതെ 7:30 മഹല്യമറ്റ് അറിയിച്ചാൽ നമസ്കാരത്തിന്റെ ടൈം തുടങ്ങിയതല്ല. അത് ഓരോ മഹല്ലിലെയും പള്ളിയിൽ ആ ടൈം എപ്പോഴാണോ എന്ന് അറിയിക്കും, പള്ളിയിൽ കൂടാൻ വേണ്ടിയിട്ട്. യഥാർത്ഥത്തിൽ നമസ്കാരത്തിന്റെ സമയം തുടങ്ങുന്ന എപ്പോഴാന്ന് ചോദിച്ചാൽ സൂര്യോദയം മുതൽക്ക് സമയം തുടങ്ങും. അപ്പൊ സൂര്യോദയം എപ്പോഴാണ് നമുക്ക് നോക്കിയാൽ, നമ്മളെ കലണ്ടർ നോക്കിയാൽ അറിയാലോ സൂര്യോദയം എപ്പോഴാണ്. സൂര്യൻ ഉദിച്ചാൽ
പെരുന്നാസ്കാരത്തിന് ടൈം ആരംഭിച്ചു കഴിഞ്ഞു. പക്ഷെ ഉത്തമം ഉദിച്ച ഉടനെ അല്ല, ഉദിച്ചു കുറച്ച് അല്പം ഉയർന്നു, അല്പം നമ്മുടെ ദൃഷ്ടിയിൽ ഒരു 7 മുഴം നമുക്ക് ഉയർന്ന് കുറച്ച് ഉയർന്നതിന് ശേഷം പെരുന്നാസ്കാരം ആരംഭിക്കുന്ന സൂര്യോദയങ്ങൾക്ക് ആരംഭിക്കുമെങ്കിലും അല്പം സൂര്യൻ ഉദിച്ച് ഉയർന്നതിന് ശേഷമാണ് സുന്നത്ത്. പെരുന്നാസ്കാരം എല്ലാവരും വീട്ടിൽ വെച്ച് നിർവഹിക്കണം ഇൻഷാ അല്ലാഹ്. പിന്നെ ഖുത്ബ നിർവഹിക്കാൻ കഴിയുന്നവർ ഖുത്ബ നിർവഹിക്കാം. അതിന് ആളെ എണ്ണം കണക്കൊന്നുമില്ല, ജുമാ പോലെ 40 ആളെ കണക്കൊന്നുമില്ല. ഖുത്ബ നിർവഹിക്കുന്നവർക്ക് നിർവഹിക്കാം. അതിന് സാധാരണ നമുക്കറിയാലോ, ഖുത്ബന്റെ നിബന്ധനകളൊക്കെ പാലിച്ചുകൊണ്ട് അല്പസമയം ഖുത്ബ നിർവഹിക്കാൻ കഴിയുന്നവർക്ക് വീട്ടിൽ എങ്ങനെ പണ്ഡിതന്മാരോ ഉസ്താദുമാരോ ഒക്കെ വീടാണെങ്കിൽ അങ്ങനെ നിർവഹിക്കാവുന്നതാണ്. ഖുത്ബ ഇല്ലെങ്കിൽ പെരുന്നാസ്കാരം നിർവഹിക്കണം. 2 റക്അത്താണ് പെരുന്നാസ്കാരം. 2 റക്അത്ത്, ഒന്നാമത്തെ റക്അത്തിൽ 7 തക്ബീർ ചെല്ലണം, രണ്ടാമത്തെ റക്അത്തിൽ 5 തക്ബീർ. അപ്പോൾ ആദ്യം അല്ലാഹു അക്ബർ എന്ന് നിയ്യത്ത് വെച്ച് കൈകൊട്ടുന്നു. ചെറിയ നമസ്കാരം നിയ്യത്ത് വെച്ചിട്ട് അല്ലാഹു തആലക്ക് വേണ്ടി ചെറിയ നമസ്കാരം ഞാൻ നിർവഹിക്കുന്നു എന്ന് പറഞ്ഞ് ഇമാം ജമാഅത്താണെങ്കിൽ ജമാഅത്തായിട്ട് നിസ്കരിക്കുന്നു, ജമാഅത്ത് സുന്നത്താണ്. അങ്ങനെ കൈ കെട്ടി കഴിഞ്ഞാൽ വജ്ജഹത്തു ഇഫ്തിതാഹിന്റെ ദുആ നടത്തുന്നു. വജ്ജഹത്ത് കഴിഞ്ഞാൽ അവിടെയാണ് പിന്നെ 7 തക്ബീർ വരുന്നത്. അല്ലാഹു അക്ബർ എന്ന് പറയാം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. വീണ്ടും അല്ലാഹു അക്ബർ. ഇങ്ങനെ തക്ബീറുകൾക്കിടയിൽ 7 തക്ബീറുകൾക്കിടയിൽ ഈ ദിക്റുകൾ ചൊല്ലണം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഇത് ചൊല്ലുക. ഒന്നും ചൊല്ലാതെ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അങ്ങനെ ചെയ്യുന്നത് കറാഹത്താണ്. തുടർച്ചയായി ഒന്നും ചൊല്ലാൻ അറിയണമെങ്കിൽ അല്പം സൈലന്റായി ഉണ്ടാകുന്നാൽ മതി. അല്ലാഹു അക്ബർ ഒന്നും ചൊല്ലുന്നില്ല, പിന്നെ കുറച്ച് സമയം കഴിഞ്ഞ് അല്ലാഹു അക്ബർ അങ്ങനെ ആയാലും മതി. പക്ഷെ ഈ ദിക്ർ ചൊല്ലലാണ് സുന്നത്ത്. ഒരു സൂറത്ത് ഇഖ്ലാസ് പോകുന്ന ബദർ കണ്ട് അതിന്റെ ഇടയിൽ പിന്നെ ക്യാപ്പ് ഉണ്ടാവണം എന്നൊക്കെ പറയുന്ന മഹാന്മാരുണ്ട്. അപ്പോൾ 7 തക്ബീർ കഴിഞ്ഞാൽ ഫാത്തിഹ സൂറത്ത് ഓതുന്നു. പിന്നെ സബ്ബിസ്മ റബ്ബിക്കൽ അഅ്ല സൂറത്താണ് സുന്നത്തായത്. ഏത് സൂറത്തും ഓതാം. അങ്ങനെ റുക്കൂയിലേക്ക് പോകുന്നു. സുജൂദ് കഴിഞ്ഞ് എണീറ്റ് 2ാമത്തെ റക്അത്തിലേക്ക് വന്നാൽ 5 തക്ബീർ ചെല്ലണം. തക്ബീറുകൾക്കിടയിൽ നേരത്തെ പറഞ്ഞ ഈ ദിക്റുകൾ ചെല്ലണം. ഫാത്തിഹ സൂറത്ത് ഓതുന്നു, ഹൽ അത്താക ഹദീസുൽ ഗാശിയ എന്ന സൂറത്ത് ഓതുന്നു. അങ്ങനെ അത്തഹിയ്യാത്ത് ഓതി സലാം വിടുന്നു. ഈ ചെറിയ നിസ്കാരം, ഈ നിസ്കാരം എല്ലാവരും വീട്ടിൽ നിർവഹിക്കണമെന്നാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരോട് പ്രത്യേകമായി ഓർമ്മപ്പെടുത്താനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ നിർവഹിക്കാൻ നമുക്ക് എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. നീട്ടി സംസാരിക്കുന്നില്ല. വിവിധ വിഷയങ്ങൾ ഇവിടെ പല ഉസ്താദുമാരായി ഇവിടെ സംസാരിക്കുകയും അങ്ങനെ പലരും ഇത് കേൾക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്തിട്ടുണ്ടാകും. ഇൻഷാ അല്ലാഹ് ഇതിനു വേണ്ടി പ്രവർത്തിച്ച ഈ ഇങ്ങനെ നമ്മുടെ ജുമാഅത്ത് പള്ളിയിൽ എല്ലാ വർഷങ്ങളായി കുറേ കാലങ്ങളായി റമദാനിൽ ലോറിസ്കാരം കഴിഞ്ഞ ഉടനെ ക്ലാസ് നടക്കാറുണ്ട്. ആ ക്ലാസ്സൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഈ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ ഈ ഒരു അവസ്ഥയിലായതുകൊണ്ട് ഈ ഓൺലൈനായി ക്ലാസ്സിൽ പല ആളുകളും കേൾക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് ഇതൊക്കെ ഖൈറായ ഒരു അമലാണ്. ഇതിനു വേണ്ടി പ്രവർത്തിച്ച നമ്മുടെ ചമ്മാട്ടെ SKSFന്റെ പ്രവർത്തകർ, അതുപോലെ ഇതിനു വേണ്ടി സഹായിച്ച മറ്റാളുകളൊക്കെ അവർക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ട് നമ്മുടെ ഈ നീണ്ട റമദാനിലെ ഈ ക്ലാസിന്റെ ഈ പരിപാടി സമാപനം കുറിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ റമദാൻ ഗുണമായി സാക്ഷി നിൽക്കുന്നവരും നമ്മയും ബന്ധപ്പെട്ടവരും അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുന്നു. അതോടൊപ്പം ചമ്മാട് മഹല്ല് ജമാഅത്ത് ഖിദ്മത്തുൽ ഇസ്ലാമിന്റെ സ്ക്വാഡ് പ്രവർത്തകർ എല്ലാ വർഷം പോകുന്ന ഒരു റമദാനിലും നമ്മുടെ വീടുകളിലേക്ക് ചെന്നപ്പോൾ പ്രത്യേകിച്ച് വളരെയേറെ പ്രയാസമുള്ള അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. എന്നാലും അകമഴിഞ്ഞ് സഹായിച്ച ഒരുപാട് വീട്ടുകാരുണ്ട്. ബഹുമാനപ്പെട്ട ജമാഅത്ത് ഖിദ്മത്തുൽ ഇസ്ലാമിന്റെ ദീനീ പ്രവർത്തനത്തിലേക്ക് അവർക്ക് വേണ്ടിയൊക്കെ ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി ചെറിയ ദുആ നടത്തി നമ്മുടെ പരിപാടി അവസാനിപ്പിക്കാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم صل على سيدنا محمد عبدك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم اجعل هذا الشهر الشريف العظيم شاهدا لنا لا شاهدا علينا، واجعل حجة لنا لا حجة علينا. اللهم اعتق رقابنا ورقاب آبائنا وأمهاتنا من الدين والمظالم والنار. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. റഹ്മുറാഹിമായ അല്ലാഹ്, വിശുദ്ധ റമദാൻ കടന്നു വന്നു. റമദാൻ ഇവിടെ പറയാറായി. കാര്യമായ അമലുകളൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല. ചെറിയ ചെറിയ അമലുകൾ മാത്രമാണ് നീ സ്വീകരിക്കണേ അല്ലാഹ്.
അല്ലാഹുവേ ഞങ്ങൾ ചെയ്ത അമലുകളൊക്കെ നീ കബൂലാക്കണേ തമ്പുരാനെ. ഇത് ഞങ്ങളെ ജീവിതത്തിൽ അവസാനത്തെ റമദാനാക്കാതെ ഇനിയും ഒരുപാട് റമദാനുകളിൽ പങ്കെടുക്കാൻ ആഫിയത്തോടെ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. ഈ വിശുദ്ധ റമദാനിൽ ഞങ്ങൾ ചെയ്ത തറാവീഹ് നിസ്കാരവും പരിശുദ്ധ ഖുർആൻ പാരായണവും മറ്റു ദാനധർമ്മങ്ങളും സൽക്കർമ്മങ്ങളും ഇങ്ങനെയുള്ള വഅദിന്റെ മജ്ലിസ് കേട്ടതും എല്ലാം നീ കബൂലാക്കണേ തമ്പുരാനെ. അല്ലാഹ് ഈ മഹത്തായ വിശുദ്ധ റമദാനിൽ മറ്റു വഅദുകളും ക്ലാസുകളും ഒക്കെ പങ്കെടുക്കാനും ഒന്നിച്ചിരിക്കാനും കഴിയാത്ത സന്ദർഭം വന്നപ്പോൾ നമ്മളെ ചമ്മാട്ടെ SKSFന്റെ ഇബാദത്ത് വിങ്ങിന്റെ പ്രവർത്തകർ ആത്മാർത്ഥമായി ഇത് ഏറ്റെടുക്കുകയും ഈ ഓൺലൈനായി ക്ലാസ് സംഘടിപ്പിക്കുകയും വിവിധ ഉസ്താദുമാരെ സമീപിക്കുകയും അങ്ങനെ അവർ പ്രസംഗിക്കുകയും ക്ലാസ് എടുക്കുകയും ദുആ ചെയ്യുകയും ചെയ്ത ഈ അമലുകളൊക്കെ അല്ലാഹുവേ ഹസനാത്തിൽ കനമുള്ള അമലാക്കണേ തമ്പുരാനെ. ഞങ്ങളെ ഹസനാത്തിൽ കനം തൂങ്ങുന്ന അമലാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങൾ നിന്റെ ദീനിനെ സ്നേഹിക്കുന്നവരാണ്. അല്ലാഹ് ഈ പരിശുദ്ധമായ അമലുകളൊക്കെ നീ കബൂലാക്കിയിട്ട് നീ ഇഷ്ടപ്പെട്ട സ്വാലിഹീങ്ങൾ ഞങ്ങളെ ചേർക്കണേ തമ്പുരാനെ. അർഹമുർ-റഹീമായ തമ്പുരാനെ, ഈ പരിപാടിക്ക് വേണ്ടി സഹായിച്ച, ഇതിനു വേണ്ടി സഹകരിച്ച, ഇതിനു വേണ്ടി പ്രസംഗിച്ചു കൊടുത്ത എല്ലാ ഉസ്താദുമാരും അല്ലാഹുവേ ഇത് കേൾക്കുകയും ഇത് കാര്യമായി ശ്രദ്ധിക്കുകയും ചെയ്യും നമ്മുടെ സഹോദര സഹോദരിമാർ അവർക്ക് അർഹമായ പ്രതിഫലം നൽകണേ തമ്പുരാനെ. ഇതിനു വേണ്ടി പ്രവർത്തിച്ച ഇതിന്റെ ഖാദിമീങ്ങൾക്ക്, ദീനിന്റെ ഖാദിമീങ്ങൾക്ക് കൊടുക്കുന്ന സ്വർഗം നൽകണേ തമ്പുരാനെ. അല്ലാഹ് അർഹമുർ-റഹീമായ അല്ലാഹ്, ഞങ്ങളെ മഹല്ലത്തിനെ സഹായിക്കുന്ന പല ആളുകളുമുണ്ട്, നീ അവരെ സഹായിക്കണേ തമ്പുരാനെ. പ്രത്യേകിച്ച് വിശുദ്ധ റമദാനിൽ ജമാഅത്ത് സ്ക്വാഡ് പ്രവർത്തകർ വീട് വീടാന്തരം കയറി ഇറങ്ങിയപ്പോൾ ജമാഅത്ത് വലിയ സാമ്പത്തിക പ്രയാസത്തിലായ സമയത്ത് ഒരുപാട് ആളുകൾ സഹായിച്ചിട്ടുണ്ട്. അങ്ങാടിയിൽ കടക്കാരും സഹായിച്ചിട്ടുണ്ട്. അതൊക്കെ നീ കബൂലാക്കണേ തമ്പുരാനെ. വിവിധ ഉദ്ദേശങ്ങൾ പറഞ്ഞു ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്, അവരെ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ വിശുദ്ധ റമദാനിൽ ഞങ്ങൾക്ക് പള്ളിയിൽ പോകാൻ കഴിഞ്ഞില്ല, ജുമുഅ നിസ്കരിക്കാൻ കഴിഞ്ഞില്ല, ഇത്തികാഫിരിക്കാൻ ആളുകൾക്ക് സാധിച്ചില്ല അല്ലാഹ്. എന്നാൽ വീടുകളിൽ വെച്ച് പരമാവധി സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്, നീ കബൂലാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ഈ മാരകമായ വൈറസിനെ നീക്കിയിട്ട് ഞങ്ങൾക്ക് വേഗം ജുമുഅക്ക് പോകാനും പള്ളിയിൽ പോയി ജമാഅത്തായി നിസ്കരിക്കാനും തൗഫീഖ് തരണേ തമ്പുരാനെ. അല്ലാഹുവേ അർഹമുർ-റഹീമായ അല്ലാഹ്, നീ ഇഷ്ടപ്പെട്ട സ്വാലിഹീങ്ങൾ ഞങ്ങൾ ചേർക്കണേ തമ്പുരാനെ. ഞങ്ങളെ മഹല്ലത്തിൽ രോഗികളായ പല ആളുകളും പ്രയാസത്തിലും വിഷമത്തിലുമുണ്ട്, അവർക്ക് നീ ശിഫ നൽകണേ തമ്പുരാനെ. അതുപോലെ നമ്മുടെ SKSFന്റെ പ്രവർത്തകർ വീട് വീടാന്തരം അവരുടെ സാമ്പത്തിക അവസ്ഥ അനുസരിച്ച് കിറ്റ് നൽകിയിട്ടുണ്ട്. റഹ്മുർ-റഹീമായ തമ്പുരാനെ, ആ കിറ്റ് നൽകാൻ ആരൊക്കെ സാമ്പത്തികമായ സഹായം നൽകിയിട്ടുണ്ടോ അവർക്കൊക്കെ നീ അവരുടെ സമ്പത്തിലും അവരുടെ വീട്ടിലും കുടുംബത്തിലും ബർക്കത്ത് നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ വീടുകളിൽ ഏകദേശം 100-ലേറെ വീടുകളിൽ അവർ പാവപ്പെട്ട വീടുകളിൽ പരമാവധി എത്തിച്ചിട്ടുണ്ട്. അത്രയല്ലേ സാധിക്കും, പരമാവധി ചെയ്യാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. അല്ലാഹുവേ അതിനുവേണ്ടി പ്രവർത്തിച്ചവരും അത് വീട്ടിലെത്തിക്കാൻ വേണ്ടി ശ്രമിച്ചവരും സാമ്പത്തികമായി സഹായിച്ചവരും അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകണേ തമ്പുരാനെ. അർഹമുർ-റഹീമായ റബ്ബേ, ഇനി ഇങ്ങനെ റമദാൻ പള്ളിയിൽ പോവാത്ത റമദാൻ വരാതെ ഞങ്ങളെ കാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ഇനിയുള്ള റമദാനുകളിലും 7 ദിവസങ്ങളിലൊക്കെ പരിശുദ്ധമായ ജമാഅത്തിൽ പങ്കെടുക്കാനും ജുമയിൽ പങ്കെടുക്കാനുമുള്ള അവസ്ഥകൾ ഉണ്ടാക്കി തരണേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങൾ നീ ഇഷ്ടപ്പെടണേ തമ്പുരാനെ. നിന്റെ റിള ഞങ്ങൾക്ക് തരണേ റബ്ബേ. നിന്റെ റിളയാണ് ഞങ്ങൾക്ക് വേണ്ടത് അല്ലാഹ്. ഈ വിശുദ്ധ റമദാൻ വിട പറയാറായ സമയത്ത് ഞങ്ങൾ ചോദിക്കുന്നു റബ്ബേ, നിന്റെ റിള കൊണ്ട് രക്ഷപ്പെടുന്നവർ ഞങ്ങളെ പെടുത്തി തരണേ തമ്പുരാൻ. വിദേശത്തുള്ള ഞങ്ങളെ സഹോദരങ്ങൾ അല്ലാഹുവേ, അവർ പലരും കൊറോണ ബാധിച്ചിട്ട് പോസിറ്റീവായി ആസ്പത്രിയിൽ കഴിയുന്നവരും അല്ലാത്തവരും ഈ രോഗം വരുമോ എന്ന് പേടിച്ചു കഴിയുന്നവരൊക്കെ എന്ത് ശിഫ കൊടുക്കണം റഹ്മാനെ. വെന്റിലേറ്ററിൽ കഴിയുന്നവരുണ്ട്, അല്ലാഹുവേ ശിഫ കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളെയും കുടുംബത്തെയും കാത്തുരക്ഷിക്കണേ അല്ലാഹ്. ഒരുപാട് റമദാനിൽ പങ്കെടുക്കാനും നിന്റെ ദീനിന് ഖിദ്മത്ത് എടുക്കാനും ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ തമ്പുരാനെ. മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്ത് നൽകണേ റബ്ബേ. ചമ്മാട് ജുമാഅത്ത് പള്ളിയുടെ 2 ജുമാഅത്ത് പള്ളിയുടെ പരിസരത്തുമുള്ള ഖബറുകളൊക്കെ നീ പ്രകാശിപ്പിക്കണേ റബ്ബേ. റഹ്മത്തും മഗ്ഫിറത്തും ഇത്തുക്കും കുറ്റിയവരെ കൂട്ടത്തിൽ പെടുത്തണേ തമ്പുരാനെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وارحمنا بأنواع رحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين
വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.